ഇന്നലെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട ടൈം ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിന്. ആ ഒരു കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ടും എടുത്തിട്ട് വെച്ചിന്. പക്ഷേങ്കിൽ ഇപ്പം അത് നോക്കുന്ന ടൈം ആ ഒരു കമൻറ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിരുന്നതാണ്. പക്ഷേങ്കിൽ ആ ഒരു കമൻറ്റ് എവിടെയാണ് പോയെന്ന് എനിക്കും അറിയില്ല. ഞാൻ ഇന്ന് വെറുതെ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യുന്ന ടൈം ആ ഒരു കമൻറ്റ് ഒന്നും കാണുന്നില്ല. സംഭവം നിങ്ങൾ ഡിലീറ്റ് ആക്കിയതാണോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോകാനുള്ള ചാൻസിൽ ഇനി യൂട്യൂബ് ഡിലീറ്റ് ആക്കിയതാണോ എന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ എന്നോട് ദേഷ്യം വേണ്ട കേട്ടോ. ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിന്. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ ചെക്കൻ്റെ മേത്തേക്ക് ഇതുപോലെ ഉരുണ്ട് കെട്ടി വീഴുന്ന നമ്മളെ പെണ്ണിനെ ആയിരിക്കും. അവനാണെങ്കിൽ അറിയാണ്ട് പിടിച്ചു പോയതായിരിക്കും. അവക്കാണെങ്കിൽ അവൻ പിടിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. രണ്ടാളും അതിന്റെ പേരിൽ അടിയാവുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം അവനാണെങ്കിൽ പറയും, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വന്നതാണ്. നാളെ തൊട്ടിട്ട് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള മീല് അവർ തന്നെ ഉണ്ടാക്കണം. അവരെ ഹെൽപ്പ് ചെയ്യാൻ നീ കൂടി കൂടിക്കൊന്നു എന്ന് പറയും. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് ഭയങ്കര സന്തോഷമാവും. നമ്മളെ ജിയാങ് ആണെങ്കിൽ പുറത്ത് വരുന്ന ടൈം ആയിരിക്കും. ജിയാങ്ങിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവന്റെ കൈമിൽ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ സാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെണ്ണിന്റെ കൈമിലും സെയിം പേപ്പർ ഉണ്ടാവുമായിരിക്കും. ഈ ഒരു സാവോനെ കാണാൻ നല്ല രസമില്ല, കുഞ്ഞു മുടിയെല്ലാം ആയിട്ട്. ഇവർക്ക് രണ്ടാക്കും സെയിം പേപ്പർ കിട്ടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ സിറ്റി ആണെങ്കിൽ ഒരു ഷെഫ് ആണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ആ ഒരു ഷെഫിന്റെ നേതൃത്വത്തിലാണെങ്കിൽ ഇവർക്ക് രണ്ടാക്കും ഒരു മത്സരം വെക്കണം എന്നായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ നമ്മളെ ചെക്കൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അവൻ ആരുമായിട്ട് മത്സരം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാ മത്സരത്തിലും ജയിക്കും. പക്ഷേ സാവോനെ കൊണ്ട് നമുക്ക് അധികം അറിയില്ല. ഈ ഒരു കാഴ്ചപ്പാടെല്ലാം വെച്ചിട്ട് നമ്മളെ സാവോ നമ്മളെ ചെക്കനെ പോലെ ഭയങ്കര സ്മാർട്ട് ആയിരിക്കും. അപ്പൊ ഇവരെ രണ്ടാളെ അസിസ്റ്റന്റ് മാറുവാണെങ്കിൽ ഇവരടുത്ത് രണ്ടാളടുത്തും ചോദിക്കും, ഇനി എന്നാ നിങ്ങൾ രണ്ടാളും ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ രണ്ടാളും രണ്ട് സ്ഥലത്താണെങ്കിൽ കൂടി ഇതേപോലെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും. രണ്ടാളും പറയും, ഞാൻ ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറയും. ഇനി എന്താകും, എന്തെല്ലാം മത്സരം വരാൻ പോകുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മളെ ചെക്കനാണെങ്കിൽ കിച്ചണിൽ നിൽക്കുന്ന ടൈം അസിസ്റ്റന്റ് ആണെങ്കിൽ വന്നിട്ട് ഇന്ന് എന്തെല്ലാം ഓർഡർ ഉള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും 10:50 ആകുന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുങ്ങൾ അവിടുന്ന് വിടുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഷെഫിനെ പോലെ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ ചോദിക്കും, നീ എന്താടി നീ ഒരു ഡ്രസ്സിൽ നിന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, അത് ഇന്ന് സ്റ്റാഫ് മീലില്ലേ, അതിനുള്ള ഫുഡ് ഞാനാ കുക്ക് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടേന്ന് പറയും. അപ്പൊ ഇവളെ കൂടെ അന്ന് സംസാരിച്ച ഒരു ചെക്കനില്ലേ, ആ ചെക്കൻ്റെ പേര് സോങ് എന്നായിരിക്കും. അപ്പൊ ഈ ഒരു സോങ്ങിനായിരിക്കും ശരിക്കും ഇന്ന് ഡ്യൂട്ടി. അപ്പൊ നമ്മളെ ജിയാങ് ആണെങ്കിൽ അത് ചോദിക്കുന്ന ടൈം നമ്മളെ ലീ ആണെങ്കിൽ പറയും, അവനാണ് ഡ്യൂട്ടി, പക്ഷേ അവൻ പറഞ്ഞ് എന്നോട് ഇന്ന് ചെയ്തോന്നു പറഞ്ഞിരുന്നു പറയേ. അപ്പൊ നമ്മളെ ജിയാങ് ആണെങ്കിൽ അധികം ഒന്നും പറയാത്തതുകൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ഹാപ്പിയിൽ എല്ലാവർക്കും ഓടി നടന്നിട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ജിയാങ് ആണെങ്കിൽ ഇത് നോക്കുന്നുണ്ടാവുമായിരിക്കും. ഇവളെന്തെങ്കിലും ഒരു കുരുട്ടത്തരം ഒപ്പിച്ചാലേ മാത്രമല്ലേ ഇവളെ ചീത്ത പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവനിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് അവൾ ഉണ്ടാക്കാൻ പോകുന്ന മീൽ ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ കിച്ചൺ എല്ലാം ക്ലോസ് ചെയ്തതിനു ശേഷം എല്ലാവരും മീൽ കഴിക്കാനിരിക്കും. അപ്പൊ നമ്മൾ സോങ് ആണെങ്കിൽ ആ ഒരു ഫുഡിനെ കൊണ്ട് നല്ലതായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ജിയാങ് ആണെങ്കിൽ അത് കഴിച്ചിട്ട് മുഖത്ത് ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാണ്ട് അവന്റെ പിന്നാലെ തന്നെ പോകൂ. എന്നിട്ട് അവനോടാണെങ്കിൽ ചോദിക്കും, നീ എന്താ ഫുഡ് കഴിക്കാണ്ട് എണീച്ച് വന്നേ എന്നും ചോദിക്കും. അതേ ടൈം ആണെങ്കിൽ അതേ ടൈം അവളെ ഫുഡിനെ കൊണ്ടുള്ള കുറ്റായിരിക്കും പറയുന്നുണ്ടാവുക. ഇവൻ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ഷെഫ് അല്ലേ. അപ്പൊ അവനാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുത് കണ്ടാൽ വരെ കുറ്റം പറയാൻ ഒരു പാടും ഉണ്ടാവില്ലല്ലോ. പക്ഷേ അവളാണെങ്കിൽ അതേ ടീം അവളെ കഷ്ടപ്പാട് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് കറക്റ്റ് ആയിട്ട് ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ലേ. ഇവളാണെങ്കിൽ ബാക്കിയുള്ള ഷെഫുമാർ കുക്ക് ചെയ്യുന്നുണ്ടാവില്ലേ, അതിന്റെ ബാക്കി വരുന്ന സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഈ സ്റ്റാഫിനാണെങ്കിൽ മീല് കുക്ക് ചെയ്തിട്ടുണ്ടാവുക. അവളെ കഷ്ടപ്പാടിനെ കൊണ്ട് അവളൊരു പുരാണം പോലെ നമ്മളെ ചെക്കൻ്റെ അടുത്ത് പറയുന്നുണ്ടാവുമായിരിക്കും. അത് കേൾക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ശരിക്കും എന്നാ ചെയ്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീലില്ലേ അതിനെ നീ പീഡിപ്പിക്കുക ചെയ്തേന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പറയും, എന്ത് നീ തന്നെ മീൻ ചെയ്യുന്നതെന്ന് ചോദിക്കും. നമുക്ക് മനസ്സിലാവൂല ഇവൻ ഇതെന്നെ മീൻ ചെയ്യുന്നതെന്ന്. അതേ ടൈം അവനാണെങ്കിൽ പറയും, എന്റെ പിന്നാലെ തന്നെ വാടി എന്ന് പറയും. അവനാണെങ്കിൽ അവളോട് അവൾ ഉണ്ടാക്കിയ ഫുഡ് മണത്തിട്ട് ഇതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറയാൻ പറയേ. എന്നിട്ട് അവളാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പറഞ്ഞിട്ട് അവസാനം ഇതിൽ വേണ്ട
വേണ്ടാത്തൊരു ഇൻഗ്രീഡിയൻസും കൂടി അവൾ അറിയാണ്ട് ചേർത്തിട്ടുണ്ടാവുമെന്നല്ല, മീൻസ് അതിൽ തിരക്കില്ല, ഇതുപോലെ ചെയ്യുന്ന ടൈം ചേർത്ത് പോയിട്ടുണ്ടാവും ഒരിക്കൽ. അവനാണെങ്കിൽ ഇവളെ ഹൈജീനെ കൊണ്ടൊക്കെ എന്താ പറയാ ഭയങ്കര വേസ്റ്റ് ആയ രീതിയിൽ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. അവക്കും എന്തോ പോലെ ഉണ്ടാവുമായിരിക്കും, ആരിക്കായാലും എന്തോ പോലെ ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല അവനാണെങ്കിൽ നമ്മൾ സുവാൻ നൂഡിൽസിന് നമ്മളെ മാസ്റ്ററെ പറ്റിയെല്ലാം ചീത്ത പറയുന്നുണ്ടാവുമായിരിക്കും. അയാളെ കൊണ്ടാണ് നീ ഇങ്ങനെ ആയതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ അത് നല്ലോണം കൊള്ളുമല്ലോ. അവളാണെങ്കിൽ തിരിച്ചിട്ട് നല്ലോണം മറുപടി പറയുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം അസിസ്റ്റന്റ് ആണെങ്കിൽ എണീച്ചിട്ട് പറയും, അങ്ങ് പറഞ്ഞതിൽ എല്ലാ സത്യങ്ങളും മാത്രമാണുള്ളത്. ഈ ഒരു സുവാൻ നൂഡിൽസ് എന്തുകൊണ്ടാണ് പൂട്ടിയത്? അവർക്കാണെങ്കിൽ ഹൈജീനൊക്കെ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല നിങ്ങളാണെങ്കിൽ ലോ പ്രൈസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നമ്മളെ കമ്പനി അത് അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. ഒരിക്കൽ എന്ത് ജിയാങ് ആണെങ്കിൽ പറയും, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോകാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. പക്ഷെങ്കിൽ ഞാൻ എന്ത് റൂളാണോ പറയുന്നത് ആ ഒരു റൂൾ അനുസരിച്ചിട്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് അവളെയും ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യവും സങ്കടവും എല്ലാം വന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. എല്ലാവരും അവിടുന്ന് എണീച്ചിട്ട് പോകുന്ന ടീം അവളാണെങ്കിൽ സോങ്ങിനോട് ഈ ഒരു ഫുഡ് ടേസ്റ്റ് ഇല്ലേന്ന് ചോദിക്കുന്ന ടീം അവനാണെങ്കിൽ പറയും ഓക്കെ ഫുഡാണ്, പക്ഷേങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഒന്നും അല്ല എന്ന് പറയും. അതേ ടൈം ആരും അവളെ ഫുഡാണെങ്കിൽ മൊത്തമായിട്ട് കഴിക്കാണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അതും അവൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് നടന്നിട്ട് പോകും. ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മൈക്ക് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞിട്ടിലേക്കാണ് ചെറിയൊരു സർജറി ചെയ്തിട്ടുണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് അധികം പ്രഷർ എടുത്തിട്ട് സംസാരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഇയർഫോൺ യൂസ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കണേ. സൗണ്ട് എത്രത്തോളം കുറവാണെന്ന് എനിക്കറിയില്ല, മാക്സിമം ഞാൻ സൗണ്ടിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. നമ്മളെ ചെക്കിനാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ യൂണിഫോം അവിടെ അയച്ചു വെച്ചിട്ടാണെങ്കിൽ പറയും എനിക്കെന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ ഇവിടുന്ന് പോകുന്നതെന്ന് പറയേ. അപ്പൊ അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളിത് ഇതുപോലെ പിടിച്ചു വലിച്ചിട്ടാണെങ്കിൽ പറയും എന്തായാലും നീ ഇങ്ങനെ പോകാൻ നോക്കുന്നല്ലേ, എന്നാൽ പിന്നെ ഞാൻ നിനക്കൊരു ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അവളോട് രാത്രി ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയേ. അപ്പൊ അവളാണെങ്കിൽ ഫുഡല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ പറയുന്നുണ്ടാവും. ഒരിക്കൽ ജിയാങ് ആണെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നടന്നു പോകാൻ നോക്കുന്ന ടൈം ഉരുണ്ട് കെട്ടിട്ട് വീകാനും നോക്കുന്നുണ്ടാവുമായിരിക്കും. നമുക്കും ചിരി വരും, നമ്മളെ പെണ്ണിനും ചിരി വരുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ രാത്രി ആണെങ്കിൽ ഇവര് രണ്ടാളും നമ്മളെ സാവോയിലെ അവളെ റെസ്റ്റോറൻറ്റിലായിരിക്കും പോകുന്നുണ്ടാവുക. സാവോക്കും അത്ഭുതമായിരിക്കും, കാരണം ഇപ്പോൾ ഒരു മത്സരം നടക്കാൻ പോകുന്നല്ലേ. അപ്പൊ അതേ ടൈം ഇവൻ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കുതന്ത്രം ഉണ്ടാകുമെന്നായിരിക്കും നമ്മളെ സാവോ ആണെങ്കിൽ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ സാവോ ആണെങ്കിൽ ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത ഒരു പെണ്ണായതുകൊണ്ട് അവളെ അസിസ്റ്റന്റിനോട് പറയും നീ ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കാനായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ജിയാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുന്നതായിരിക്കും. സംഭവം എന്നായിരിക്കും, ഇവളാണെങ്കിൽ വെയർഹൗസ് ജോബില്ലേ അതിനൊഴിച്ചിട്ട് ബാക്കി എല്ലാ പൊസിഷനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇവക്ക് എങ്ങനെ വെയർഹൗസിലത്തെ ജോലി തന്നെ കിട്ടിയെന്നുള്ള കാര്യമായിരിക്കും ഇവ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർഹൗസ് കീപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടക്കുന്ന ടൈം ഇവളാണെങ്കിൽ അവിടെ പോകുന്നുണ്ടാവുമായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ ഇവക്കാണെങ്കിൽ മണം വേഗം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ അവിടെയുള്ള ചെക്കന്മാർ, അതായത് അതിന് മത്സരിക്കുന്ന ചെക്കന്മാരാണെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ടൈം ഇവളാണെങ്കിൽ വേഗം ആ ഒരു മണം പിടിച്ചെടുത്തിട്ട് ശരിക്കുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അവർക്ക് ആ ഒരു കാര്യം നമ്മളെ ചെക്കൻ നോട്ടീസ് ചെയ്തിട്ടായിരിക്കും ഇവൾ ആ ഒരു പൊസിഷനിലേക്ക് എടുക്കുന്നുണ്ടാവും. അപ്പൊ അവളാണെങ്കിൽ ചോദിക്കും നീ ഇതെന്തിനാ ഇപ്പം പറയുന്നത്, ഞാൻ ഈ ഒരു കമ്പനിയിൽ നിന്ന് പോകാൻ പോകുന്നല്ലേ എന്ന് പറയേ. അതേ ടൈം ജിയാങ് ആണെങ്കിൽ പറയും നിന്റെ നോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഒരു അസറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് അതിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്ന് പറയും. അതേ ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, നമുക്കും ഒന്നും മനസ്സിലാവില്ല. അവളാണെങ്കിൽ ചോദിക്കും അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവൻ അതിനെന്താ മറുപടി കൊടുക്കുന്നതെന്ന് ഇപ്പൊ കാണിക്കുന്നില്ലേ. അങ്ങനെ ഇവർ രണ്ടാളും പുറത്തേക്ക് വരുന്നുണ്ടാവും. ഇതേ ടൈം അവളാണെങ്കിൽ പോട്ടെ എന്ന് ചോദിച്ചിട്ട് പോകാൻ നോക്കുന്ന ടൈം അവനാണെങ്കിൽ അവളെ ചുണ്ടത്ത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് തുടച്ചു കൊടുക്കാൻ നോക്കിയ, പക്ഷെ അവനാണെങ്കിൽ അത് പറ്റുന്നുണ്ടാവില്ലേ. എന്നിട്ട് അവനാണെങ്കിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവളാണെങ്കിൽ ഫോൺ നോക്കിയിട്ട് മായിക്കാലോ എന്ന് വിചാരിക്കുന്ന ടൈം അതിന്റെ വാൾപേപ്പർ നോക്കിയാൽ നല്ല രസമില്ലേ കാണേ. എന്നിട്ട് അവളാണെങ്കിൽ അതെല്ലാം മായിച്ചിട്ട് അവനോട് പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് പോകും. എന്നിട്ട് അവളാണെങ്കിൽ അവളെ ഒരു പൂട്ടി റെസ്റ്റോറൻറ്റിന് മുന്നിൽ നിന്ന് അവളെ ഫോട്ടോ എടുക്കാൻ നോക്കുന്ന അതേ ടൈമായിരിക്കും നമ്മൾ സവോ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് സവോ ആണെങ്കിൽ പറയും ഞാൻ നിൻ്റെ അടുത്ത് വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്ന് പറയും, അതായത് ഇവരെ റെസ്റ്റോറൻറ്റിൽ. അപ്പം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഞാൻ ഓൾറെഡി ഇപ്പം ചങ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണെന്ന് പറയും. അതേ ടൈമായിരിക്കും സവോ ആണെങ്കിൽ പറയുന്നുണ്ടാവുക ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാനുള്ള കാരണം നീയല്ല ആ ഒരു ജിയാങ് ആണ്,
ജിയാങ്ങും ഞാനും തമ്മിൽ ഒരു മത്സരമുണ്ട്. അതായത് ഇങ്ങനെ ഫുഡ് ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാളായിരിക്കും ഈ ഒരു മത്സരം നടത്തുന്നുണ്ടാവുക. അതിന് ഇവർ എലിയൻസ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. മീൻസ് ഈ ഒരു പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതും അതിന്റെ മീനിങ്ങും ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം. ജാവോ ആണെങ്കിൽ പറയും അങ്ങനത്തെ ഒരു മത്സരം നടക്കുന്ന ടൈം എനിക്ക് ഞാൻ ജയിക്കേണ്ടിട്ട് നിന്റെ ആവശ്യം ഉണ്ട് എന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്നാൽ ഇവിടെ ആവശ്യമൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അതായത് ഇത്ര കാലം 5 സ്റ്റാറും ഹോട്ടൽസ് തമ്മിൽ ഇങ്ങനെ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ടൈം ആയിരിക്കും ഇതുപോലത്തെ മത്സരം നടത്താൻ പോകുന്നുണ്ടാവുക. അതിനെ കൊണ്ടായിരിക്കും ഈ ഒരു ജാവോ പറയുന്നുണ്ടാവുക. എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും, ഈ ഒരു മത്സരത്തിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാസ്റ്റർ ആ ഒരു നൈഫില്ല അതെനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ടൈം ഈ ഒരു ജാവോ ആണെങ്കിൽ പറയും നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയും. നമ്മളെ വിചാരിക്കും നമ്മളെ പെണ്ണ് ഈ ഒരു കാര്യത്തിന് സമ്മതിക്കുന്നായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ പറയും എൻ്റെ മാസ്റ്ററെ കത്തി തിരിച്ചെടുക്കാൻ എനിക്കറിയാം, അത് ഞാൻ എൻ്റെ കൈയിനെ കൊണ്ടുതന്നെ തിരിച്ചു കൊടുത്തോളും, നിങ്ങളെ ഹെൽപ്പ് എനിക്ക് വേണ്ടെന്ന് പറയും. ഇതേ പറയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ആദ്യം അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സ് എപ്പെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ജാവോ ആണെങ്കിൽ ഒരു കാർഡ് നമ്മളെ പെണ്ണിന്റെ കൈമിൽ കൊടുക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും എൻ്റെ റെസ്റ്റോറൻറ്റിലത്തെ ഫുഡ് നീ കഴിച്ചതല്ലേ, അത് എത്രക്ക് ടേസ്റ്റ് ആണെന്ന് നിനക്കറിയാലോ, അത് മാത്രമല്ല നിനക്ക് ഒരുപാട് സർപ്രൈസ് എന്നും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജാവോ ആടുന്ന് പോകുന്നുണ്ടാവും. ഒരിക്കൽ ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഫുൾ കൺഫ്യൂഷനിലായിരിക്കും. ഇനി ഇവളെ കൂടെ നിൽക്കണോ അല്ലെങ്കിൽ ഒറ്റക്ക് നിന്നാൽ മതിയോ, അങ്ങനെ ഇങ്ങനെയുള്ള തിങ്കായിരിക്കും അവളെ മൈൻഡിൽ ഉണ്ടാവും. അതേ ടൈം അവിടെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നിൽക്കുക. അതേ ടൈം ആയിരിക്കും അവളൊരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടാവുക. അതായത് നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനോട് ചോദിച്ചിട്ടില്ലേ ഈ ഒരു കാര്യത്തിൽ എനിക്കിനി എന്നാ ചെയ്യാൻ പറ്റുമോ എന്ന്. അതേ ടൈം അവനാണെങ്കിൽ പറയൂ, എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമേ പറയാനുള്ളൂ, നിന്റെ അടുത്ത് ഉറപ്പായിട്ട് ഈ ഒരു ജാവോ ഇല്ലേ അവള് വരും. ആ ഒരു ടൈം നീ ഒരിക്കലും അവളെ കൂടെ പോകാനേ പാടില്ല. അവള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈമിൽ ടൈമും ഇല്ല, നിന്റെ അടുത്ത് എനിക്ക് വരാനും പറ്റൂല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളെ പെണ്ണ് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ അതും ആലോചിച്ചിട്ട് ഇനി ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉറങ്ങേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോകാൻ നോക്കുന്നതായിരിക്കും. അതേ ടൈം നമ്മളെ ചെക്കൻ്റെ മുന്നിലായിരിക്കും പെടുന്നുണ്ടാവുക. അവളാണെങ്കിൽ അവനെ കണ്ടവിടെ നടന്ന സംഭവങ്ങൾ മൊത്തം പറയുന്നുണ്ടാവുമായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയുന്നുണ്ടാവുമായിരിക്കും. അവരാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഇങ്ങനെ ദുഷ്ടനാണ്, ഡെവിളാണ്, അത് മാത്രമല്ല നീ വെറും കഴുതിയാന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പറയേ. അതേ ടൈം ജിയാങ്ങിനാണെങ്കിൽ സംഭവം മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും, ഇവൾ ഇതെല്ലാം ഇങ്ങനെ കൈമുന്നിട്ടിട്ട് പറയുന്നതാണ്. അതേ ടൈം അവനാണെങ്കിൽ പറയും നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞോ, ഇതുപോലത്തെ ഉടായ്പ എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടാന്ന് പറയൂ. പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങോട്ടേക്കോ ഹറിബറി ആയിട്ട് പോകാൻ നോക്കുന്നതായിരിക്കും. അതേ ടൈം അവളെ അങ്കിളും ഉണ്ടാവുമായിരിക്കും. അങ്കിളാണെങ്കിൽ നമ്മൾ കുഞ്ഞു മക്കൾ കളിക്കൂലേ അതുപോലെ ആയിരിക്കും കളിക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ഇതെല്ലാം നമ്മളെ ജിയാങ് ആണെങ്കിൽ മേലെ നിന്നിട്ട് നോക്കുന്നുണ്ടാവുമായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലും നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ അങ്കിള ഇതുപോലെ ആയിരിക്കും പിടിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ആ ഒരു കാര്യം നമ്മളെ ജിയാങ് ആണെങ്കിൽ നോക്കി നിന്നിട്ട് ചിരിക്കുന്നുണ്ടാവുമായിരിക്കും. മീൻസ് ഇങ്ങനെ സന്തോഷം കൊണ്ട്. നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ടാണെങ്കിൽ ഒരു പാർക്കിൽ പോകുന്നതായിരിക്കും. അതേ ടൈം 3 ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ചെസ് കളിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളിങ്ങനെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ടാവില്ലേ അത് വെക്കുന്ന ഒരാളുണ്ടാവുമായിരിക്കും അവിടെ. അയാളാണെങ്കിൽ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പൊ ഇവരിങ്ങനെ ചെസ് കളിക്കുന്ന ടൈം നമ്മളെ പിള്ളേരാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അയാളാണെങ്കിൽ അയാളെ പെട്ടി എടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അതിലാണെങ്കിൽ ഇതാ ഇയാളെ കണ്ട ഇയാളാണെങ്കിൽ വലിയ പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങാൻ വന്നതായിരിക്കും. അതേ ടൈം നമ്മളെ പിള്ളേർക്കും ആണെങ്കിൽ ഇത് വേണമായിരിക്കും. ഇത് വിൽക്കാൻ വന്ന അയാളാണെങ്കിൽ പറയും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതിലാണെങ്കിൽ കുറേ പഴക്കമുള്ള ഒരു സുഗന്ധ വ്യഞ്ജനം ഉണ്ടാവുമായിരിക്കും. അതിനാണെങ്കിൽ പഴക്കം കൂടുന്തോറും എന്താ പറയുക ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം കൂടുന്ന ഒരു സംഭവമായിരിക്കും. അതാരാണോ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് ഈ ഒരു സംഭവം എടുക്കാമെന്ന് പറയും. അതേ ടൈം ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളാണെങ്കിൽ നോക്കിയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ മണപ്പിച്ചിട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. അവസാനം നമ്മളെ പെണ്ണാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, മറ്റേ ആളാണെങ്കിൽ വേറൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജിയാങ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും ഇതിൽ ആരാണോ ജയിക്കുന്നത് അവർക്കല്ലേ ഈ ഒരു സുഗന്ധ വ്യഞ്ജനം കൊടുക്കുള്ളൂ എന്ന്. അതേ ടൈം ഈ വിൽക്കാൻ വന്ന അയാളില്ലേ അയാളാണെങ്കിൽ പറയും അങ്ങനെ കൊടുക്കുള്ളൂ എന്ന് പറയും. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജാവോ ഇല്ലേ അവളെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, അവിടുത്തെ ഒരു ഷെഫായിരിക്കും. നമ്മളെ പെണ്ണിന്റെ കഥ നമുക്ക് അറിയാലോ, അവക്ക് എന്ത് സംഭവം മണപ്പിച്ചാലും അത് എത്ര വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ക
പക്കയായിട്ട് അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെറ്റിൽ നമ്മളെ പെണ്ണായിരിക്കും ജയിക്കുന്നുണ്ടാവുക. നമ്മളെ ജിയാങ് ആണെങ്കിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇവർ ഈ ഒരു ബെറ്റിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ സവോന്റെ ആ ഒരു ഷെഫില്ലേ, അവനാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് മീൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഇവർ മൂന്നാളും ആണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. അത്ര നേരം നമ്മളെ ജിയാങ് ആണെങ്കിൽ മാസ്ക് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ബ്ലാക്ക് കൂട്ടിട്ട് ഇയാളാണെങ്കിൽ പറയും, നിന്നെ എനിക്ക് എവിടെ കണ്ട് പരിചയം ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ചെക്കിനാണെങ്കിൽ മാസ്ക് ഒരു എന്നേരായിരിക്കും ഇയാൾക്കാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും നമ്മളെ ജിയാങ് ആണെന്നുള്ള കാര്യം. അത് മാത്രമല്ല ജിയാങ്ങിന്റെ അച്ഛനും ഇയാളും ആണെങ്കിൽ ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് ആയിരിക്കും. ആ ഒരു കാര്യം ഇയാൾ പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ വെറുതെ ഇയാൾ ഇൻസൾട്ട് ചെയ്തിട്ട് വിടുന്നുണ്ടാവുമായിരിക്കും. എന്തോ ഒരു പ്രശ്നം ഇവർ തമ്മിൽ പണ്ട് തൊട്ടേ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഇയാളാണെങ്കിൽ ഫുഡ് കുക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇവരെ മുന്നിൽ വെക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണായിരിക്കും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതേ ടൈം അയാളാണെങ്കിൽ പെണ്ണിനെ കൊണ്ട് ഓരോന്ന് ചോദിക്കാൻ നിൽക്കുന്ന ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ പിന്നെയും ദേഷ്യം പിടിച്ചിട്ട് എന്തല്ലോ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും. മാത്രല്ലേ അയാളെ ഫുഡിനാണെങ്കിൽ അപാര ടേസ്റ്റും ആയിരിക്കും. ഒരു കാര്യം കൂടിയുണ്ട്, ഇയാളില്ലേ ആരായിരിക്കും എന്നറിയാം, നമ്മള് സവോ ഇല്ലേ, സവോന്റെ അച്ഛനായിരിക്കും. അത് മാത്രല്ല സവോന്റെ മാസ്റ്ററും ഇയാൾ തന്നെയായിരിക്കും. അതേ ടൈം നമ്മള് ജിയാങ് ആണെങ്കിൽ പെണ്ണിനോട് ഏത് ടേസ്റ്റാ ബെറ്റർ എന്ന് ചോദിക്കുന്ന ടൈം പെണ്ണാണെങ്കിൽ പറയുന്നുണ്ട് അവർക്ക് ഈ ഒരു മാസ്റ്റർ ടേസ്റ്റ് ആയിരിക്കും അടിപൊളി നിന്ന്. വീട്ടിലെത്തുന്ന നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ അങ്കിളിനോട് പറയും, അങ്കിൾ നിങ്ങളാണെങ്കിൽ 5 ദിവസമായി കുളിച്ചിട്ട് ഒന്ന് പോയിട്ട് കുളിക്കോന്ന് ചോദിക്കാം. പക്ഷെ അങ്കിൾ ആണെങ്കിൽ ഇതൊന്നും കൂസലാക്കുന്നുണ്ടാവില്ല. ഇതേ ടൈം കൂയി ആണെങ്കിൽ നമ്മൾ അങ്കിളിനെ കുളിപ്പിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. എന്തല്ലോ ട്രിക്ക് എടുക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അങ്കിൾ ആണെങ്കിൽ പറയും, എടാ മണ്ട, എനിക്കിങ്ങനെ അൽഷമേഴ്സ് മാത്രമേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ പൊട്ടനൊന്നുമല്ല, വാ ഞാൻ പോയിട്ട് കുളിച്ചോളൂ എന്ന് പറയും. അങ്ങനെ അങ്കിള് കുളിക്കുന്ന ടൈം നമ്മുടെ കൂയ്യോ ആണെങ്കിൽ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അങ്കിളിന് ഇങ്ങനത്തെ ഒരു അസുഖമാണെങ്കിൽ കൂടി നമ്മളെ പെണ്ണാണെങ്കിൽ അങ്കിളിനെ പൊന്നു പോലെ നോക്കുന്നുണ്ടാവും. അത് മാത്രല്ല കൂയി ആണെങ്കിൽ ആ ഒരു അങ്കിളില്ലേ, അതായത് സവോന്റെ അച്ഛൻ, അയാളെ പേര് സോങ് എന്നായിരിക്കും. അപ്പൊ ഈ ഒരു സോങ് ആണെങ്കിൽ ഇപ്പൊ റിട്ടയർ ചെയ്തിട്ടുള്ളത് നമ്മളെ മാസ്റ്ററിലെ മാസ്റ്ററെ കത്തി തട്ടിയെടുത്തതിന് ശേഷമാണ് ഈ ഒരു സോങ് ഇങ്ങനെ റിട്ടയർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇയാൾ റിട്ടയർ ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ആ ഒരു സവോ ആയിരിക്കും. കാരണം സവോ ആണെങ്കിൽ അവളെ അമ്മേന്റെ കൂടെ ആയിരിക്കും വളർന്നിട്ടുണ്ടാവുക. അവൾ ഇവളെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം അച്ഛനുമായിട്ട് മത്സരിക്കും. ആ ഒരു മത്സരത്തിൽ അവൾ തന്നെ ജയിക്കുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അച്ഛനാണെങ്കിൽ ഇങ്ങനെ റിട്ടയർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൂയി ആണെങ്കിൽ നമ്മളെ പെണ്ണിന് പറഞ്ഞു കൊടുക്കൂ. ഈ ടൈം നമ്മളെ ജിയാങ്ങിനായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അവനാണെങ്കിൽ എവിടത്തേക്കോ പോകുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും അവിടത്തേക്കാണെങ്കിൽ നമ്മൾ സവോ ആണെങ്കിൽ വന്നിട്ട് അവനെ കൈ കൊടുക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ ജിയാങ് ആണെങ്കിൽ ഇതുവരെ നമ്മൾ സവോനെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ നമ്മൾ സവോ ആണെങ്കിൽ അവളെ പരിചയപ്പെടുത്തിയിട്ട് കൈ കൊടുക്കുന്ന ടൈം നമ്മൾ ജിയാങ് ആണെങ്കിൽ ഇതുപോലെ ഷോക്കായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട് ബൈ.